ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. ഇലക്ഷൻ തീയതിയിലെ നിങ്ങളെ വോട്ടർ സ്ലിപ്പ് എങ്ങനെ ഓൺലൈനിലൂടെ ഡൗൺലോഡ് ചെയ്യാൻ നമുക്കിന്ന് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ചെയ്യുക വോട്ടേഴ്സ് ECI. അവിടെ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും, voters.eci.gov.in. അതിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് വോട്ടേഴ്സിന്റെ എല്ലാ സർവീസസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് പുതിയ വോട്ടർ ID കാർഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങളെ വോട്ടർ ID കാർഡ് PDF-ലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ താഴെ നിങ്ങൾക്ക് ഈ എപ്പിക് ഡൗൺലോഡ് എന്ന് കിടക്കുന്നുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഓരോ സർവീസസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന വോട്ടർ സ്ലിപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട, ചെക്ക് ചെയ്യേണ്ടത് നമുക്കിന്ന് കാണാം. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, സെർച്ച് യുവർ നെയിം ഇൻ വോട്ടർ ലിസ്റ്റ്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ലോഡായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് 3 രീതിയിൽ സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ വോട്ടർ ID കാർഡ് നമ്പർ വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ബൈ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളെ സ്റ്റേറ്റ്, ലാംഗ്വേജ്, അതിനുശേഷം നിങ്ങളെ പേര്, നിങ്ങളെ റിലേറ്റീവ് നെയിം, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുത്തിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ബൈ മൊബൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ മൊബൈൽ നമ്പർ വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. എന്റെ കയ്യിൽ വോട്ടർ ID കാർഡ് നമ്പർ ഉണ്ട്. സോ ഞാൻ സെർച്ച് ബൈ എപ്പിക്കിൽ പോയിട്ട് ഫസ്റ്റ് നിങ്ങളെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക, തമിഴാണോ മലയാളമാണോ. അതിനുശേഷം ഇവിടെ നിങ്ങളെ വോട്ടർ ID നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ സൈഡിൽ കാണുന്ന ക്യാപ്ചർ സെയിം ടു സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങളെ എല്ലാ ഇൻഫർമേഷൻ ഷോ ആകുന്നുണ്ടാകും. നിങ്ങളെ എപ്പിക് നമ്പർ, നെയിം, ഏജ് എല്ലാം ഇവിടെ ഷോ ആകുന്നുണ്ടാകും. അതിനുശേഷം ലാസ്റ്റിൽ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ആക്ഷൻ. അതിന്റെ താഴെ വ്യൂ ഡീറ്റെയിൽസ് എന്ന് കിടക്കുന്നുണ്ടാകും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങളെ വോട്ടർ എൻറോൾഡ് നിങ്ങളെ ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഷോ ആകും. ഇവിടെ നിങ്ങളെ പേര്, സ്റ്റേറ്റ്, എപ്പിക് നമ്പർ, നിങ്ങളെ റിലേറ്റീവ് നെയിം എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. അതിനുശേഷം താഴെ നമ്മൾ കാണുമ്പോൾ നിങ്ങളെ BLO ആരാണോ അവരെ പേര്, ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. അതിനുശേഷം താഴെ നിങ്ങളെ പോളിംഗ് സ്റ്റേഷൻ ഇവിടെ കാണാൻ പറ്റും, എവിടെയാണ് പോളിംഗ് സ്റ്റേഷൻ. അതിനുശേഷം നിങ്ങളെ പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ, അതിനുശേഷം നിങ്ങളെ പോളിംഗ് ഡേറ്റ് എന്നാണോ അതും കൊടുത്തിട്ടുണ്ടാകും. 23 ഏപ്രിൽ 2026 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കീഴെ നമുക്ക് 2 നോട്ട്സ് കാണാൻ പറ്റും. ദിസ് ഔട്ട്പുട്ട് ഈസ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആൻഡ് ഈസ് പ്രൊവൈഡഡ് ഓൺലി ഫോർ ദ ഇൻഫർമേഷൻ ടു ദ വോട്ടർ. അതിനുശേഷം ദിസ് ഈസ് നോട്ട് എ ഐഡന്റിറ്റി ഡോക്യുമെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 5 ദിവസം മുമ്പ് നിങ്ങൾക്ക് എൻറോൾഡ് രീതിയിൽ കൊടുക്കുന്നുണ്ടാകും. വോട്ടർ സ്ലിപ്പ് വന്നിട്ട് 5 ദിവസം മുമ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അതിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ രീതിയിൽ ഇൻഫർമേഷൻ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, നേരത്തെ നിങ്ങളെ വോട്ടർ ലിസ്റ്റിലെല്ലാം നിങ്ങളെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് ഫോട്ടോ ഒന്നും കാണാൻ പറ്റൂല. അതിൽ നിങ്ങളെ പേരായാലും നിങ്ങളെ ഏത് സ്ഥലത്തിലാണ് വോട്ടർ ഇടാൻ പോകുന്നത് അതിന്റെ അഡ്രസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. അതിനുശേഷം ഏത് ഡേറ്റിലാണ് പോകേണ്ടത് അത് കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ടർ സ്ലിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് വോട്ട് ഇടാൻ പറ്റൂല. അതിന്റെ കൂടെ തന്നെ നിങ്ങളെ ഒരു ഐഡന്റിറ്റി ഡോക്യുമെന്റ് വെച്ചിരിക്കണം. എന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് 11 രീതിയിൽ ഡോക്യുമെന്റ്സ് വന്നിട്ട് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് കൊണ്ടുപോകണം. അതിനുശേഷം താഴെ നിങ്ങൾക്ക് വോട്ടർ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും. 2 വോട്ടർ ഇൻഫർമേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളെ പേര്, നിങ്ങളെ റിലേറ്റീവ് പേര് എല്ലാം നിങ്ങൾക്ക് ഇൻഫർമേഷൻ കാണാൻ പറ്റും. നിങ്ങൾ നേരത്തെ കണ്ട ഇൻഫർമേഷൻ എല്ലാം ഇവിടെ തന്നെ കാണാൻ പറ്റും. സോ ഇതേപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് വോട്ടർ സ്ലിപ്പ് വന്നിട്ട് 5 ദിവസം മുമ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിനെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇലക്ഷന്റെ 5 ദിവസം മുമ്പ് നിങ്ങൾക്ക് കയ്യിൽ തന്നെ വോട്ടർ സ്ലിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അതിന്റെ കൂടെ നിങ്ങൾക്ക് 12 ഡോക്യുമെന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് റേഷൻ കാർഡോ അതോ ആധാർ കാർഡോ പാൻ കാർഡോ ഇതേപോലത്തെ 12 റിലേറ്റഡ് ഡോക്യുമെന്റുകൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് വോട്ടർ ഇടാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇലക്ഷന്റെ സമയത്തിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു സ്ലിപ്പ് തരുന്നുണ്ടാകും. ഇതേപോലെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ കാണുന്ന ഇതേ സ്ലിപ്പ് തന്നെ നിങ്ങൾക്ക് റിയൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ചസ് കാണാൻ പറ്റൂല, ഒരു ചെറിയ രീതിയിൽ എഴുതിയിട്ടുണ്ടാകും, അത് മാത്രമേ ഉള്ളൂ. സോ ഇതേപോലെ നമുക്ക് വോട്ടർ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ നമ്മളെ പോളിംഗ് സ്റ്റേഷൻ, പോളിംഗ് ഡേറ്റ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാണ് നമുക്ക് വോട്ട് ഇടേണ്ട ഡേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ വോട്ടർ ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് വോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. അത്രയും ബൈ.